round of applause. എന്തുകൊണ്ടാണ് നമ്മൾ എല്ലാവരും ഇന്ന് കൂടിയിട്ടുള്ളതെന്ന് അറിയാം, പക്ഷെ എങ്ങനെ ഇവിടെ എത്തി അത് ആദ്യം അറിയണമെന്നുണ്ടെങ്കിൽ we have to understand why MIT or MIT Institute of Technology was incepted. ാണ് മൈജിയുടെ തുടക്കം. കോഴിക്കോട് ചെറിയൊരു ഷോപ്പിൽ ഏകദേശം 200 സ്ക്വയർ ഫീറ്റിലാണ് ഞാൻ ആ സ്ഥാപനം തുടങ്ങിയത്, 4 പേരെ വെച്ചിട്ട്. ഇന്ന് കേരളത്തിലുടനീളം ഏകദേശം 20 കിലോമീറ്റർ, കേരളത്തിലെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എല്ലാ ജില്ലകളിലും 120ഓളം ഷോറൂമുകൾ നമുക്കായി. മൈജി കെയർ, അതായത് സർവീസ് സെൻറ്റർ, അന്നത്തെ 200 സ്ക്വയർ ഫീറ്റിനുള്ളിൽ തന്നെ ഞാൻ തുടങ്ങി എന്നതാണ്. അപ്പോൾ ആ സർവീസ് സെൻറ്ററിന് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ഞാൻ അന്ന് മുതൽ കണ്ടിട്ടുണ്ട്. ഏകദേശം 500ഓളം ആൾക്കാർ ഇപ്പം നമ്മുടെ 120 ഷോറൂമുകളിലായി മൈജി കെയറിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതൊക്കെ ഒരുപാട് സന്തോഷം തരുന്ന കാര്യങ്ങളാണ്. എനിക്ക് ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഒരുപാട് പേർക്ക് ജോലി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഏരിയയിലേക്ക് നമുക്ക് ഇത്രത്തോളം ആൾക്കാർക്ക് ജോലി കൊടുക്കാൻ പറ്റിയതിലും ഒരുപാട് സന്തോഷമുണ്ട്. കോഴിക്കോട് ഒരു സാഹിത്യ നഗരമായപ്പോൾ അത് സാഹിത്യത്തിന് വേണ്ടി മാത്രമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇതൊരു ക്രിയേറ്റീവ് സിറ്റീസ് നെറ്റ്വർക്കിൻ്റെ ഭാഗമാണ്. ക്രിയേറ്റിവിറ്റി, സർഗാത്മകത എന്നത് എല്ലാ ഫീൽഡിലും ഉണ്ട്. അതിൻ്റെ ഒരു പ്രധാന ഉദ്ദേശം സുസ്ഥിര വികസന ലക്ഷ്യമാണ്. അപ്പോൾ ഒരാൾ ഒരു മൈജിയുടെ ഒരു ഷോപ്പ് ആദ്യം തുറന്നു, അത് കുറച്ചുകൂടെ വിപുലമായി. പിന്നെ നമ്മൾ തന്നെ അത് ഉണ്ടാക്കാൻ തുടങ്ങിയോ, അത് നമ്മൾ തന്നെ ഓർഡർ ചെയ്തിട്ട് നമ്മുടെ ബ്രാൻഡായിട്ട് മാറുകയാണ്. അത് വിതിൻ എ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം. അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു അത്ഭുതം. അതെനിക്ക് തോന്നുന്നു മേയർ എന്ന നിലയ്ക്ക് എനിക്കുള്ള ഏറ്റവും വലിയ സന്തോഷം, ഒരു കോഴിക്കോട്ടുകാരൻ കോഴിക്കോട്ട് തുടങ്ങിയ ഒരു സംരംഭം ഇന്ന് ലോകം മുഴുവനും വ്യാപിച്ച് തീർന്നില്ല കേട്ടോ. വെറും ഒരു വിൽപ്പനയ്ക്കുള്ള ഷോറൂമായിട്ട് മാത്രമല്ല ഷാജി മാറുന്നത്. ഷാജി അതിൻ്റെ കീഴിൽ ഒരുവിധമുള്ള എല്ലാ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സും ഉണ്ടാക്കുകയും, ഇന്നിപ്പോൾ നമ്മൾ മൊബൈലിനെ പറ്റി മാത്രമല്ല ചിന്തിക്കുന്നത്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഐ എം ഷുവർ ഇതുപോലെ ഷാജി ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ, ഷാജി അതിൻ്റെ ഫ്രാഞ്ചൈസി ഏറ്റെടുത്തിട്ട് ഉൽപ്പന്നങ്ങൾ, ഇവിടെ എല്ലാത്തിൻ്റെയും അതിൻ്റെ ഒരു നിർമ്മാണ രഹസ്യവും അതുവഴി അതെങ്ങനെ നന്നാക്കാം എന്ന രഹസ്യവും പഠിപ്പിക്കുന്ന വിവിധ ടോപ്പിക്കുകളുള്ള ഡിപ്ലോമ കോഴ്സുകൾ മൈജിയിൽ ഉണ്ടാകും. മൈജിയെക്കുറിച്ച് എല്ലാവർക്കും അറിയാം, എന്നാൽ മൈജിക്കൊരു വിദ്യാഭ്യാസ സ്ഥാപനമുണ്ട് എന്നുള്ളത് അധികം ആർക്കും അറിയാത്തൊരു കാര്യമാണ്. പല ആളുകളും ചോദിക്കും, മൈജി ഒരു റീറ്റെയിൽ സെഗ്മെൻ്റ് അല്ലേ, അല്ലെങ്കിൽ അങ്ങനത്തെ സെയിൽസ് ചെയ്യുന്നൊരു സ്ഥാപനമല്ലേ, എങ്ങനെയാണ് ഒരു വിദ്യാഭ്യാസ സ്ഥാപനം നടത്താനുള്ളൊരു കാരണമാണ്? നമ്മളെ സെയിൽസിൻ്റെ പോലെ തന്നെ മൈജി എന്താണോ വിൽക്കുന്നത് അതിൻ്റെ എല്ലാ പ്രൊഡക്റ്റിനും അതിൻ്റെ കമ്പനി വാറണ്ടി കൊടുത്തിട്ടില്ലെങ്കിലും അതിൻ്റെ സപ്പോർട്ട് കസ്റ്റമർക്ക് കൊടുക്കണം എന്നുള്ളത് നമ്മുടെ മൈജി ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ഷാജി സാറിന് നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ റിപ്പയറിംഗ് സപ്പോർട്ട് നമ്മൾ ബാക്ക് എൻഡിൽ മൈജി കെയർ എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്, അതാണ് ഇവര് മൈജി സ്ത്രീകൾ തന്നെ ഇത് ചെയ്യുന്ന, എന്താണ് റിപ്പയറിംഗ് ചെയ്യുന്ന സ്ഥാപനമായിട്ട് തുടങ്ങി. അതൊരു റവല്യൂഷണറി തോട്ടാണെന്ന് ഞാൻ പറയാം. അതിന് മൈജി തന്നെ തുടക്കം കുറിച്ചു എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും മഹത്തായ കാര്യം.